50 CR മുകളിൽ വരുന്നൊരു ഹോട്ടൽ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്. അപ്പോൾ ഈ ഒരു ജേർണി, പേഴ്സണൽ ജേർണി എങ്ങനെയാണെന്നുള്ളതൊന്ന്. പക്ഷേ ആ ഒരു ബിസിനസ്സിനെ നോക്കിക്കാണുവാനോ അതിലൊന്ന് പഠിക്കുവാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലേക്ക് ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ദുബായ് ഭരണാധികാരിയുടെ ഒരു ഫോം ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഓഫീസ് എന്ന് പറയും. ഈ എഞ്ചിനീയേഴ്സ് ഓഫീസിലേക്ക് ഞാനൊരു അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒരു മറ്റൊരു ഫേമിലേക്ക് പോകാന്ന് ഒരു മാനസികമായ ഒരു പ്രയാസം ഉണ്ടെങ്കിലും എൻ്റെ കരിയറിന്റെ ഒരു വളർച്ച അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഡാറ്റ നെറ്റ് ബിസിനസ്മാൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമിനെ ഞങ്ങൾ തുടങ്ങി. ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബിസിനസ്സിൽ ഓവർലോഡ് ആവാൻ തുടങ്ങി. അവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിലാണ് യഥാർത്ഥത്തിൽ ജോലി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെ നിന്ന ആളുകളിലൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു തിങ്കിങ് ആണ് എനിക്കുള്ളത്. കാരണം നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പുതിയ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തിയറിക്കൽ രൂപത്തിലുള്ള പഠനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചിരുന്നത്. ഏറ്റവും നല്ല സർവീസ് കിട്ടണം എന്നൊരു ട്രെൻഡിലേക്കാണ് ഇപ്പൊ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പഴയ എല്ലാ മേഖലയിലും കൺസൾട്ടൻസി വേണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഹോട്ടൽ ഫീൽഡ് പഠിച്ചത് കൊണ്ട് നമ്മൾ തന്നെ ഒരു കൺസൾട്ടന്റ് ആണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങളെ കൺസൾട്ടൻസി പല ഹോസ്പിറ്റാലിറ്റി ഫേമുകളും ഇപ്പോ ആവശ്യപ്പെടുകയും ഞങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണോ പുതിയ ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്കുള്ള മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു ബന്ധമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ബിസിനസ്സിൽ വലിയ വിജയം നമുക്കുണ്ടാവും. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ആയിട്ടുള്ളത് ഫെസ്കോ ഗ്രൂപ്പിൻ്റെ CMD മിസ്റ്റർ ഷൗക്കത്ത് അലിയാണ്. താങ്ക് യു സർ മീൻ ഞങ്ങളുടെ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ചിടത്ത് വന്നതിൽ. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ സാറിൻ്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു തുടക്കം മുതൽ ഈ ഒരു എന്താ പറയുക 50 CR മുകളിൽ വരുന്നൊരു ഹോട്ടൽ പ്രൊജക്റ്റ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്. അപ്പോൾ ഈ ഒരു ജേർണി, പേഴ്സണൽ ജേർണി എങ്ങനെയാണെന്നുള്ളതൊന്ന്. യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫ് ഒന്ന് അവലോകനം ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ ഞങ്ങൾ പാരമ്പര്യമായിട്ടൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഓക്കെ. എൻ്റെ ഫാദർ പിന്നെ റെസ്റ്റോറൻറ്റ് ഫീൽഡിലുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബിസിനസ്സിനെ നോക്കിക്കാണുവാനോ അതിലൊന്ന് പഠിക്കുവാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഫാദർ മരണപ്പെട്ടു പോയതുകൊണ്ട് ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു പഠനം എനിക്ക് ബിസിനസ്സിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ലൈഫ് ആരംഭിക്കുന്നത്, എൻ്റെ ഒരു ഔദ്യോഗികമായാൽ ജീവിതം ആരംഭിക്കുന്നത് ഗൾഫ് ജീവിതത്തിലൂടെയാണ്. ഏകദേശം 18 വർഷക്കാലമാണ് ഞാനൊരു പ്രവാസിയായിട്ട് ജീവിച്ചത്. എവിടെയായിരുന്നു സാർ അത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലായിരുന്നു എൻ്റെ പ്രവാസത്തിനുള്ള തുടക്കം. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 പ്രമുഖമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് കമ്പനികളിലാണ് ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചത്. ആദ്യം പറയുകയാണെങ്കിൽ ദുബായിലുള്ള മലേഷ്യൻ കോൺസുലേറ്റിൽ അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടാണ് ഞാൻ അവിടെ ജോലി തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് സ്വമേധയാൽ ഞാൻ തന്നെ ആ ഒരു ഉദ്യോഗസ്ഥയിൽ നിന്നും മാറി മറ്റൊരു ഫേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സാധാരണ ഗൾഫുകാരുടെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലേക്ക് ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ UAE അല്ലെങ്കിൽ ദുബായ് ഭരണാധികാരിയുടെ ഒരു ഫേം ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഓഫീസ് എന്ന് പറയും. ഈ എഞ്ചിനീയേഴ്സ് ഓഫീസിലേക്ക് ഞാനൊരു അപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ശരിക്ക് അത്രയും നല്ലൊരു സ്ഥാപനത്തിൽ നിന്നും പിന്നെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ കൊടുത്തപ്പോൾ ഞാൻ അവർ വിളിക്കുന്നുള്ള പ്രതീക്ഷയിലൊന്നല്ല കൊടുത്തത്. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അവിടെ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ ഈ വിഷയം എൻ്റെ ഓഫീസിൽ ഈ വിഷയങ്ങളൊന്നും പറയാൻ ഞാൻ തയ്യാറായില്ല. പിന്നീട് വീണ്ടും എനിക്ക് അതേ ഓഫീസിൽ നിന്ന് വിളി വരികയാണ്, എന്നാണ് ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് എനിക്ക് ഓഫർ ലെറ്റർ അയക്കുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ കോൺസുലേറ്റിലെ, എനിക്ക് സ്വന്തം വീട് പോലായിരുന്നു എൻ്റെ ആ ഒരു ഉദ്യോഗം. അത്രയും സ്നേഹിക്കുന്ന നല്ലൊരു ഒരു സമൂഹം, അതായത് മലേഷ്യൻ സിറ്റിസൻസിൻ്റെ ഒരു ക്യാരക്ടർ തന്നെ വളരെ മനോഹരമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു മറ്റൊരു ഫേമിലേക്ക് പോകാന്ന് ഒരു മാനസികമായൊരു പ്രയാസം ഉണ്ടെങ്കിലും
എൻ്റെ കരിയറിൻ്റെ ഒരു വളർച്ച അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ജോലി അവസാനിച്ച് അതിലേക്ക് യാത്രയായി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ഫോമായിരുന്നു. അവിടുത്തെ പിന്നെ റോയൽ ഫാമിലികളുടെ വില്ലാസും അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ മറ്റ് ആക്ടിവിറ്റീസുകളുടെ ഒക്കെ ഒരു കോർഡിനേഷൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ കൂടുതലും ഇതുപോലുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എനിക്ക് എൻ്റെ ഉദ്യോഗം ശരിയാവുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ഒരു 5 വർഷക്കാലം ഞാൻ അവിടെ എന്ത് ചെയ്തു, ജോലി ചെയ്തു. പക്ഷേ ഈ ഒരു ജോലിയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ ദുബായിൽ എനിക്കൊരു ബിസിനസ് സംരംഭം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ദുബായിൽ നല്ലൊരു പിന്നെ ഈ സോഷ്യൽ മേഖലയിൽ കുറച്ചൊക്കെ ഒരു സാമൂഹികമായ പ്രവർത്തനത്തിൽ ഞങ്ങൾ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ടീം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ടീം ഞങ്ങളെല്ലാവരും കൂടി ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഡാറ്റ നെറ്റ് ബിസിനസ്മാൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമിന് ഞങ്ങൾ തുടക്കം കുറിക്കുക, ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട്. അത് പിന്നെ ദുബായിലെ സത്തുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു വളരെ മനോഹരമായൊരു ഓഫീസൊക്കെ സെറ്റ് ചെയ്തു. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ ടീമിലുള്ള മുഴുവൻ ആളുകളും ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ എല്ലാവർക്കും കാലത്ത് 7 മണി മുതൽ വൈകുന്നേരം പിന്നെ ഉച്ചക്ക് ഒരു 2 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. ആ ഡ്യൂട്ടിക്ക് ശേഷം ഞങ്ങൾ ഫുള്ളി അവിടെ ആക്റ്റീവ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നല്ലൊരു ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബിസിനസ്സിൽ ഓവർലോഡ് ആവാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ വന്നപ്പോൾ ഈ പിന്നെ ഞങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റേഷൻ, ഡാറ്റ എൻട്രി, ഈ ഒരു ഫീൽഡിലുള്ള ഒരു സംവിധാനമായിരുന്നു. സാധാരണ ഒരു ടൈപ്പിംഗ് സെന്റർ മോഡലല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഒരു ഉയർന്ന ചിന്താഗതിയിലോട് കൂടിയ ഒരു നല്ലൊരു സെറ്റപ്പോട് കൂടിയുള്ള ഏകദേശം ഒരു 10-25ഓളം സ്റ്റാഫ് തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു രസകരമായൊരു ബിസിനസ്സായിരുന്നു. പിന്നീട് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിൽ നിന്നും പിന്നെ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേസമയത്ത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി ഒഴിവാക്കി ഇത് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ വേറെ എവിടെയോ എത്തിപ്പെടുമെന്ന് ഒരു ചിന്ത ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ദുബായ് എമിഗ്രേഷനിലെ ഒരു പ്രശസ്തനായിട്ടുള്ളൊരു പിന്നെ ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ഏറ്റവും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അറബി UAE നാഷണൽ തന്നെ, അദ്ദേഹത്തിന് ഈ ഒരു സംരംഭം ഞങ്ങൾ വിൽപ്പന നടത്തുകയാണ്. ഇപ്പോഴും ആ സംരംഭം ദുബായിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ എൻ്റെ പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്ന് പറയുന്ന അവിടുത്തെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിലാണ് യഥാർത്ഥത്തിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ മർക്കസ് നോളജ് സിറ്റിയെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും അതുപോലെ തന്നെ മർക്കസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ UAE വരുമ്പോൾ ഞാൻ ആ രംഗത്ത് പ്രവർത്തനം നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ബഹുമാനപ്പെട്ട ഹക്കീം അസീരി ഉസ്താദിനെ പോലത്തെ ആളുകളൊക്കെ വന്നവരുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് പിന്നെ നാട്ടിലേക്ക് ഈ ഒരു സംരംഭത്തിൻ്റെ പിന്നെ നേതൃസ്ഥാനത്തിലേക്ക് വരണമെന്ന് ചില ആളുകളുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഞാൻ അവിടുന്ന് പിന്നെ ജോലി ഒഴിവാക്കുകയാണ്. അങ്ങനെ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് വന്ന് പിന്നെ AP ഉസ്താദ് എന്നെ വിളിപ്പിക്കുന്നു. ഉസ്താദ് പിന്നെ നോളജ് സിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ മർക്കസിൻ്റെ മറ്റു റെൻ്റൽ വകുപ്പിൻ്റെ ചുമതലയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അതൊരു ട്രാക്കിലേക്ക് എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഏകദേശം ഒരു 6 വർഷക്കാലം നോളജ് സിറ്റിയുടെ ജനറൽ മാനേജറായിട്ടും അതുപോലെ തന്നെ ഈ മർക്കസിൻ്റെ റെൻ്റൽ വകുപ്പിൻ്റെ മാനേജറായിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. പരമാവധി എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ അതിനു വേണ്ടി സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരു നല്ലൊരു രസകരമായൊരു ട്രാക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഇതാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നോളജ് സിറ്റിയിലൊക്കെ ആ ഒരു ബിഗിനിങ് സ്റ്റേജ് മുതലേ അല്ലേ? അതെ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസകരമായിട്ട് ഉള്ള ഒരു സമയത്താണ് നോളജ് സിറ്റിയുടെ ഈ പ്രവർത്തനത്തിൽ പിന്നെ നമ്മളുടെ പിന്നെ സലാം സാറിൻ്റെയും അതുപോലെ തന്നെ EV സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ടീം, ഞാൻ അടങ്ങുന്ന ഒരു ടീം, നമുക്ക് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ നല്ലൊരു ടീമായിരുന്നു. ആ ടീമിൻ്റെ ഒരു പിന്നെ വളരെ എന്താ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ആ ഘട്ടങ്ങളൊക്കെ മറികടക്കാൻ സാധിച്ചത്. അപ്പോൾ പിന്നീടാണ് ഒരു 6 വർഷത്തിന് ശേഷമാണ് നോളജ് സിറ്റിയിൽ തന്നെ ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിക്കുകയും അതിന് പല ആളുകളും നമ്മളെ പിന്നെ അതിനു വേണ്ടി പ്രചോദനം നൽകുകയും അങ്ങനെയാണ് ഒരു ഹോട്ടൽ പ്രൊജക്റ്റ് ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം ഈ ഹോട്ടൽ പ്രൊജക്റ്റിലേക്ക് വന്ന് നമുക്ക് ഇതിനൊരു എന്താ പറയുക ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി അത് പിന്നെ ഉസ്താദിനെ സമർപ്പിച്ചപ്പോൾ അപ്പോൾ തന്നെ നമുക്കതിന് അനുമതി ലഭിക്കുകയും പിന്നെ ഈ ഹോട്ടൽ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയുമാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാനേജേഴ്സിൽ അന്ന് മർക്കസ് നോളജ് സിറ്റിയുടെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന മാനേജേഴ്സ് ആയിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറായിട്ടുള്ള മുഹമ്മദ് സർഫറാസ്, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, പിന്നെ കൂട്ടത്തിൽ സഫുവാൻ എന്നൊക്കെ പറയുന്ന നമ്മളെ ഡയറക്ടേഴ്സ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങളൊരു കമ്പനി ക്രിയേഷൻ നടത്തി ഹോട്ടൽ പ്രൊജക്റ്റിലേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ ചെയ്തത്. ഇതാണ് എൻ്റെ ഒരു ബിസിനസിന്റെ അങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാൻ എന്തായിരുന്നു കാരണം? ഇപ്പോൾ ഒരു ഹോട്ടൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേണമെന്നും അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോട്ടലായിട്ട് വേണമെന്നൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഐഡിയേഷൻ സ്റ്റേജസ് എങ്ങനെയായിരുന്നു അതിൻ്റെ? അതായത് പിന്നെ AP ഉസ്താദിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ബിസിനസ് ടീമിനെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉസ്താദിന്റെ പിന്നെ ഇതിനോടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് ഏറ്റെടുത്തതും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയാൽ സാധാരണഗതിയിൽ ഒന്നുകൂടെ അവർക്കൊരു ആവേശം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ ആവേശത്തിൻ്റെ പിന്നെ ആ ഒരു പീരീഡിൽ ഇതൊക്കെ പെട്ടെന്ന് പിന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഉസ്താദിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ഉസ്താദിന് അതെ അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഞങ്ങൾക്കും പിന്നെ ഉസ്താദിനെ പോലത്തെ ഒരു വലിയൊരു മഹാമനുഷ്യന്റെ കൂടെ നമുക്ക് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പിന്നെ ഞങ്ങൾക്കും ഇതിലൊരു പ്രത്യേക ധൈര്യം വന്നത്. പിന്നീട് നമ്മൾ ഇതിന്റെ പ്രൊജക്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉസ്താദിന് സമർപ്പിക്കുകയും പിന്നെ അതിന് നമുക്ക് ഗ്രീൻ സിഗ്നൽ തരികയും ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇതിലേക്ക് ഇറങ്ങുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആദ്യഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡറായിട്ടാണല്ലോ നമ്മൾ വരുന്നത്. ബിൽഡർ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഏകദേശം പിന്നെ നോളജ് സിറ്റിയിൽ ഉള്ള മറ്റു പ്രൊജക്റ്റുകളിൽ നിന്നൊക്കെ നമുക്കുള്ള എക്സ്പീരിയൻസും മറ്റൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ഞങ്ങൾക്കൊരു ടഫായിട്ട് തോന്നിയിട്ടില്ല. ആ സമയത്ത് വേറെ പ്രൊജക്ടുകൾ ഓൾറെഡി ഓൺ ആയിട്ടുണ്ടായിരുന്നു? ഇല്ല, അതെ നോളജ് സിറ്റിയിൽ വേറെ പ്രൊജക്ടുകളുണ്ട്. പ്രത്യേകിച്ചിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ലാൻഡ്മാർക്ക്, അതുപോലെ തന്നെ ടൈഗ്രീസ് വാലി, അതുപോലെ എനിക്ക് തോന്നുന്നത് പിന്നെ ആരിഫ് ഗ്ലോബൽ സ്കൂൾ തുടങ്ങിയ പ്രൊജക്ടുകൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളാണല്ലോ ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് പിന്നെ ഈ ബിൽഡർ എന്ന ആ ഒരു മേഖലയിലേക്ക് അത്ര ഒരു ഭാരമായി തോന്നാതിരിക്കാൻ കാരണം. പിന്നീട് ഞങ്ങളൊരു നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തു, ഒരു നല്ല മാർക്കറ്റിംഗ് ടീമിനെ സെറ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ഇതില് ഫെസിലിറ്റി എനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയി തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു ലോഗോ തന്നെയാണ്. ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്വില്ലിന്റെ കോൺസെപ്റ്റിലല്ല, ഫെദർ. അതെ, ഫെദർ. സോ അതിന്റെ കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെദർ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതിങ്ങനെ പറന്നു പോവാണല്ലോ. അപ്പൊ ഞങ്ങളെ കൺസെപ്റ്റ് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ഫേം പിന്നെ ശരിക്ക് ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്ത യൂണിറ്റുകളായിട്ട് ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ ഞങ്ങളൊരു എടുത്തുചാട്ടത്തിൻ്റെ രൂപത്തിലുള്ളൊരു ബിസിനസ് അല്ല ഞങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഫേം ഏകദേശം ഒരു പിന്നെ ഒരു രൂപത്തിലേക്ക് എത്തിയതിന് ശേഷം അടുത്തതിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളൊന്നും നേരിട്ടിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ബിസിനസ് ആംഗിൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് എല്ലാ ബിസിനസ്മാൻമാർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും പിന്നെ ഞങ്ങളുടെ ഒരു ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ നോളജ് സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പിന്നെ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് തുടങ്ങാൻ സാധിച്ചു. അതും ഈ എന്താ പറയുക, ഇപ്പോൾ ഫെസിൻ ഹോട്ടൽ എന്ന ആ പ്രൊജക്റ്റിലും വലിയൊരു പ്രൊജക്റ്റാണത്. കാരണം ഇത് ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്താണ് സ്ക്വയർ ഫീറ്റായിട്ട് ഹോട്ടൽ ഇപ്പോൾ നമ്മൾ നിർമ്മാണം പൂർത്തിയാക്കിയത്. തൊട്ടടുത്തുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ഫെസ്കോ ഫ്രീസിയ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. പക്ഷെ ഇതിൽ നിന്നും ആവേശം കൊണ്ടാണ് ഞങ്ങളുടെ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രവർത്തനം പിന്നെ GCC കൺട്രികളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇപ്പോൾ ഞങ്ങൾ മക്കത്ത്, സൗദി അറേബ്യയിലെ മക്കത്ത് ഞങ്ങളൊരു പിന്നെ ഹോട്ടൽ അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ആരംഭിച്ചു. അതിൻ്റെ റണ്ണിങ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നല്ലൊരു പോസിറ്റീവ് സിഗ്നലാണ് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനും അപ്പുറമായിട്ട് കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് തൊട്ടടുത്ത് ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ഏകദേശം അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നീങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് പിന്നെ മേഖലയിലേക്ക് ഞങ്ങൾ ഏറ്റവും ഞങ്ങളെ പ്രധാനപ്പെട്ട മേഖല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബിൽഡർ മേഖലയാണ്, മറ്റൊന്ന് ഹോസ്പിറ്റാലിറ്റിയാണ്, മറ്റൊന്ന് എഡ്യൂക്കേഷനാണ്. ഇതാണ് ഞങ്ങൾ കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ. നിങ്ങൾക്കറിയാലോ നമ്മളുടെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സ് എന്നുള്ള ഒരു സംവിധാനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തനം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മേഖല ഇതാണ്. അതേസമയത്ത് ഈ ദുബായിൽ ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക സർവീസ് സെക്ടറിലൊക്കെ ഇപ്പോഴും ബിസിനസ് സംരംഭങ്ങളുണ്ട്. പക്ഷെ അത് ഞങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നില്ല. അതൊരു ടീം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ കോൺസെൻട്രേഷൻ ഈ 3 സെക്ടറിലായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ 3 സെക്ടറിലുള്ള ബിസിനസ്സുകളിൽ മാത്രമായിരിക്കും നിങ്ങൾ ഫുള്ളായിട്ട് ഇൻവോൾവ് ആകുന്നത്. മറ്റ് ബിസിനസ്സുകളിൽ പാർട്ട്നേഴ്സിനെ വെച്ച് നിങ്ങളുടെ ഒരു മെയിൻ വാല്യൂ അതിലേക്ക് ആഡ് ചെയ്യുക, അതേസമയം റണ്ണിങ് അവരെ ഏൽപ്പിക്കുക എന്നുള്ള രീതികളിലാണോ? അതിൽ എൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ ടീമിൻ്റെ ഒരു സ്വഭാവം, ഞാൻ എൻ്റെ കൂടെ നിന്ന ആളുകളിലൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു തിങ്കിങ് ആണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ നമ്മളൊരു ഫേം, ഒരു എന്താ പറയുക, ഒരു ബിൽഡർ ഫേം ആയാലും ഹോസ്പിറ്റാലിറ്റി ഫേം ആയാലും പിന്നെ നമുക്ക് ഈ കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് ഒരു പരിധി വരെയാണ് അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിലപ്പുറമായൊരു സപ്പോർട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ അവരെ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ച് അവരെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വിദേശത്ത് ഫേം. ഇപ്പം എനിക്ക് ദുബായിൽ തന്നെ 2 ഫേമുകളുണ്ട്. ആ 2 ഫേമുകളിലും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എൻ്റെ സ്റ്റാഫുകളായിട്ടുള്ള നന്നായി പെർഫോം ചെയ്ത ആളുകളെ അതിൻ്റെ വർക്കിംഗ് പാർട്ട്നേഴ്സായിട്ട് വെക്കുകയും അവരുടെ നേതൃത്വത്തിലാണ് അതൊക്കെ നടക്കുന്നത്. എനിക്കൊരു മോണിറ്റർ ചെയ്യാന്നുള്ള ഒരൊറ്റ പിന്നെ റിസ്ക് മാത്രമേ അതിലുള്ളൂ. വേറെ കാര്യമായിട്ട് റിസ്കുകളൊന്നും ഇല്ല. മോണിറ്ററിംഗിന്റെ രീതി എങ്ങനെയാണ്? അങ്ങനെയല്ല, അത് ഓൺ ട്രാക്ക് ആണോ, അത് മന്ത്ലി ആണോ? അത് ഞാൻ ആക്ച്വലി എങ്ങനെ ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മന്ത്ലി മോണിറ്ററിംഗ് ആണ്. ഒരുപാട് അവരെ ഇങ്ങനെ സ്ക്രൂട്ടിനി ചെയ്തുകൊണ്ട് അവരെ എന്താ പറയുക, ഒരു മൈക്രോ മാനേജ്മെന്റ് എന്നുള്ള രൂപം നമുക്കില്ല. കാരണം അവർക്ക് ഫ്രീഡം കൊടുക്കുക, പരമാവധി ഫ്രീഡം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അവരിൽ നിന്ന് കൂടുതൽ ഫ്രീഡം കൊടുക്കും തോറും കൂടുതൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ മറ്റു ഡയറക്ടേഴ്സിന് ആ ചുമതല കൊടുത്ത് അവരത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും.
ഇതാണ് അവരെ നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു രീതി. ഇതാണ് അതിൽ നമ്മളെ പിന്നെ കൂടുതലും ഞാൻ സാധാരണഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് ബിസിനസ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. പിന്നെ അക്കൗണ്ട്സും ഫൈനാൻസും കാര്യങ്ങളൊക്കെ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ബിസിനസ് ഉണ്ടായെങ്കിലല്ല അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റിനെ കുറിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ചാണ് കൂടുതൽ അഡ്വൈസും അതുപോലെ തന്നെ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നടത്താറുള്ളത്. അതെങ്ങനെയാ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി സെക്ടറാന്ന് പറഞ്ഞു, ഇവിടെ നമുക്ക് ബ്രാൻഡുണ്ട്, പല സ്ഥലത്തും ബ്രാൻഡുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പുതിയ ട്രെൻഡ്സുകൾ യൂഷ്വലി സാറ് പഠിക്കുന്നതും കാര്യങ്ങളും എങ്ങനെയാണ്? ഇതിലിപ്പോൾ പല ചേഞ്ചസും വന്നിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ തന്നെ ഒരുപാട് ഇവല്യൂഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് യൂഷ്വലി സാർ അതിനെ പറ്റിയിട്ട്? വളരെ ഈസിയാണ്. കാരണം വളരെ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളൊരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സ് ആരംഭിച്ചു. ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സ് തുടങ്ങാനുള്ള കാരണം തന്നെ നമുക്ക് കുറേ ഇതില് മർക്കസിനും അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ഒരു എന്താ ഒരു പുതിയ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലോകത്തിലേക്ക് ഒരു കൾച്ചർ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നെ ഡോക്ടർ അസരിയും അതുപോലെ തന്നെ ഡോക്ടർ സലാം സാറും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ നിർബന്ധപൂർവമായിട്ടുള്ളൊരു ആവശ്യമാണ് ഈ ഒരു മേഖലയിൽ, ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ നിന്ന് കുറെ പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് വരട്ടെ, അവരുടെ ഒരു നിർബന്ധമാണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി മേഖലയെ കൂടുതൽ വൈഡാക്കാൻ നമുക്ക് എന്ത് സാധിക്കും? പിന്നെ ഈ ഒരു കോഴ്സ് സാധിക്കും നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതൊക്കെ പഠിച്ച് നമ്മൾ ആ കോഴ്സ് തുടങ്ങി നോക്കുമ്പോൾ പിന്നെ സാധാരണഗതിയിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മാനേജ്മെന്റ് കോഴ്സുകളൊക്കെ ഒരു പഴയ കാലം ഞങ്ങളൊക്കെ പഠിച്ചൊരു കാലഘട്ടം, നിങ്ങളെ ഒരു പക്ഷെ മാറിയിട്ടുണ്ടാവും. ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറിക്കൽ രൂപത്തിലുള്ള പഠനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചിരുന്നത്. എപ്പോഴും ക്ലാസ്സിൽ പോയിരിക്കുക, ബെല്ലടിക്കാൻ കാത്തിരിക്കും, പുറത്തേക്ക് വരിക. ഇപ്പോഴത്തെ പഠന രീതി മൊത്തത്തിൽ മാറി. പിന്നെ ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള പഠനങ്ങൾ, അത് പഠനം കഴിയുമ്പോഴേക്ക് പ്ലേസ്മെന്റ് നടത്തുന്ന ഒരു രീതി. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് പഠന സംവിധാനങ്ങൾ മാറിയപ്പോൾ ലോകത്തിന്റെ ട്രെൻഡ് ഈ ഒരു പിന്നെ ഈ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള പിന്നെ കൺസൾട്ടന്റുമാരും അതിൻ്റെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ട്രെൻഡ് പഠിക്കുകയാണ്. ഈ ട്രെൻഡ് നമ്മളെ വിദ്യാർത്ഥികളിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാനേജ്മെന്റുമായിട്ടൊരു ഡിസ്കഷൻ വരും. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ ലോകത്ത് ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ള ട്രെൻഡ് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വ്യത്യസ്ത ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ പല ഭാഗത്തും പല രീതികളാണുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതികൾ എടുത്ത് അത് പരമാവധി നമ്മളുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. ആ രൂപത്തിൽ തന്നെയാണ് നമ്മളിത് ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ഇതിൽ ഈ ഫെസിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ഹോട്ടലുണ്ട്, പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഈ സ്കൂളുണ്ട്, റൈറ്റ്? മാനേജ്മെന്റ്, ഐ മീൻ ഇത് ഹോസ്പിറ്റാലിറ്റി പഠിപ്പിക്കുന്ന സ്കൂള്. സോ ഇതിൽ വേറെ മെയിൻ പ്രത്യേകതകൾ എന്താണ് വരുന്നത്? ഇത് ഒരു ഫെസിൻ നിൽക്കുന്നത് തന്നെ ഒരു ജോഗ്രഫിക്കലി വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടിയാണല്ലോ. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ നിങ്ങളിലേക്ക് വരുമ്പോൾ എന്ത് കണ്ടിട്ടാണ് ആക്ച്വലി ഏറ്റവും അട്രാക്റ്റഡ് ആയി ചെയ്യുന്നത്? അതിനെന്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ശരിക്കും വയനാടിന്റെ ഒരു ആ ടൂറിസം മേഖലയിലുള്ള പ്രത്യേക കൂടുതലും പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ ആക്സസിബിലിറ്റിയും അതെ, ദി ഗേറ്റ് വേ ഓഫ് വയനാട്. ദി ഗേറ്റ് വേ ഓഫ് വയനാട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു ടീം അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് വരുന്നൊരു ടീം അവർക്ക് വയനാട് ഒന്ന് പിന്നെ എന്താ എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി അവർ വയനാട്ടിലേക്ക് കയറുന്ന സമയത്ത് അവർക്ക് ഒരു റെസ്റ്റ് എടുത്തുകൊണ്ട് അവർ ഫ്രഷായി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് മർക്കസ് നോളജ് സിറ്റി, അതായത് ദി ഗേറ്റ് വേ ഓഫ് വയനാട് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഞങ്ങൾ, അത് തന്നെയാണ് നമ്മൾ കൂടുതൽ ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലേക്ക് വരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ കർണാടക മേഖലയിൽ നിന്നും അതുപോലെ തമിഴ്നാട് അടങ്ങുന്ന ആ ഭാഗത്ത് നിന്ന് നല്ല ക്ലയന്റുകളാണ്, നല്ല പിന്നെ ഗസ്റ്റുകളാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
അവരെങ്ങനെയാണ് ഇത് അട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയനാട് ചുരം അനുഭവിച്ച് താഴെ വന്ന് വീണ്ടും ഫ്രഷായി തിരിച്ചു പോവുക എന്നുള്ള ഒരു രൂപം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വയനാട്ടിലേക്ക് വരുന്ന ആളുകൾ ഒരിക്കലും ചുരം ഇറങ്ങാൻ തയ്യാറാവുന്നില്ല. അവർ ആ ഭാഗങ്ങളൊക്കെ എന്താ പറയാ പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു സംവിധാനം. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് വയനാട് ചുരം എക്സ്പീരിയൻസ് ചെയ്യാം, ഫെസിൻ ഹോട്ടലിൽ താമസിക്കാം. ഈ ഒരു 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 കൺസെപ്റ്റാണ്. അത് ജനങ്ങൾ നന്നായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വയനാട് വന്നിട്ട് വയനാട് ചുരം കയറിയില്ലെങ്കിൽ എന്താ രസമല്ലേ. ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ പുതുതായിട്ട് വരുന്ന ഒരു ട്രെൻഡുകൾ എന്തൊക്കെയാണ് ഇപ്പം? ഐ മീൻ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നതിലും മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളൊക്കെ കൺസെപ്റ്റ് മാറി. ഇപ്പോൾ പിന്നെ ഒരു ഹോട്ടലിൽ ഒരാൾ താമസിക്കുകയാണെങ്കിൽ അവരുടെ പിന്നെ തിങ്കിങ് വളരെ വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഈ ഹൈജീനിക്, ഇപ്പോൾ ഹോട്ടലിലെ ഹൈജീനിക്, ഇപ്പോൾ ഒരു ചെറിയ ഭാഗത്തൊരു പെയിന്റ് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ വരുന്ന ഗസ്റ്റുകൾ അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ട്രെൻഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീനിക്കായിട്ട് വളരെ സെൻസിറ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസ് ഏറ്റവും നല്ല സർവീസ് കിട്ടണം എന്നൊരു ട്രെൻഡിലേക്കാണ് ഇപ്പോൾ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കാരണം ലോകത്ത് ജനങ്ങൾ പല ഭാഗത്തേക്കും ഇങ്ങനെ യാത്ര ചെയ്തിട്ടൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതലും ആളുകളും നല്ല സർവീസ് ലഭിക്കണം. ആ ഒരു നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ മാറി മൈന്യൂട്ട് കാര്യങ്ങൾ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഓയോ പോലുള്ള സാധനങ്ങൾ കയറി വരാനുള്ള ഒരു ഇത് അതായിരുന്നില്ലേ, കൃത്യമായിട്ട് എല്ലാവരും സ്റ്റാൻഡർഡൈസ് ചെയ്തു എന്ന് പറഞ്ഞ ഇത് എനിക്ക് തോന്നുന്നു അക്രോസ് നേഷൻ അതൊരു ട്രെൻഡായി വന്നില്ല. അപ്പൊ ഇതില് ഈ ഫെസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഈ പറഞ്ഞ പോലെ സർവീസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് യൂഷ്വലി? നമുക്കൊരു SOP നിലവിലുണ്ട്. SOP പ്രകാരം തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതേ സമയത്ത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട SOP ഉണ്ടാക്കിയ ഒരു ബുക്കായി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു സാധാരണക്കാർ വന്നാൽ ഒരിക്കലും പിന്നെ ഒരു ഹോട്ടൽ നടത്താൻ സാധ്യമല്ല. അപ്പൊ അതിനെന്താ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പല ഭാഗങ്ങളിലും ജോലി ചെയ്ത് പരിചയസമ്പന്നരായിട്ടുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കൊടുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ നമ്മൾ സെറ്റപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നമുക്ക് ഈസിയാണ്. അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ പ്രോപ്പർട്ടി നാശമായി പോകും. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അതുമായി കൊണ്ടുവരുന്നത്. കൂടെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പല സ്ഥലങ്ങളിലുള്ള കൾച്ചറിൽ നിന്ന് ആൾക്കാർ, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വാളിഫൈഡ് ആവണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെയാണ് എക്സ്പീരിയൻസും വേണം. ആ രൂപത്തിലുള്ള HODമാരെയാണ് നമ്മൾ പിന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ആ HODമാരെ നമ്മൾ അപ്പോയിന്റ് ചെയ്തപ്പോൾ അവരുടെ കീഴിലുള്ള പിന്നെ ആളുകൾ, അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് ട്രെയിൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. കാരണം അവർക്ക് അറിയാമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനൊക്കെ കുട്ടികൾക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി അതേപോലെ തന്നെ നിലനിർത്തി നമുക്ക് വളരെ മനോഹരമായി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ ഒരു ഹയറിങ്ങിൽ ബെസ്റ്റ് ടീമിനെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ആ ഒരു ടീമിനെ കണ്ടെത്താൻ പറ്റിയത്? റെഫറൻസ് ആയിരുന്നോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ, അല്ലെങ്കിൽ മറ്റ് ഹയറിങ് പ്ലാറ്റ്ഫോംസ് വഴിയോ, അല്ലെങ്കിൽ ഏതായിരുന്നു അതിന് കണ്ടിരുന്നത്? ഐ മീൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അത് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഭയങ്കര പ്രത്യേക ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ എനിക്ക് ഏറ്റവും പിന്നെ ഒരു സുഖമായിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ ഹോട്ടൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എല്ലാ രാഷ്ട്രങ്ങളിലുള്ള ഈ സംവിധാനങ്ങളൊക്കെ ക്ലോസ് ചെയ്തല്ലോ. ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടപ്പോൾ നാട്ടിലേക്ക് ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയ ഹോട്ടലുകളിൽ ജോലി ചെയ്ത ആളുകൾ വന്നു. ഇവർ വന്നപ്പോൾ
ഇവരെ ഞാൻ തന്നെയാണ് നേരിട്ട് അനൗൺസ് ചെയ്ത്, നമ്മൾ നേരിട്ട് വിളിച്ച് പിന്നെ അവനെ ഇൻ്റർവ്യൂ ചെയ്ത് വിളിച്ച് വരുത്തി അവനെ അപ്പോയിൻ്റ് ചെയ്തതാണ് ആദ്യ ഘട്ടം എന്ന് പറഞ്ഞത്. അത് ഏകദേശം ഞങ്ങൾക്ക് നല്ലൊരു ടൈമിലാണ് ആ ഒരു ടീമിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം ഞങ്ങൾ ഹോട്ടലിൻ്റെ തുടക്കമാണ്, കൊറോണ കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ ഉദ്ഘാടനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം നല്ലൊരു ടീമിനെ കിട്ടിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ എന്താ പറയുക, പ്രീ ഓപ്പണിംഗ് സ്റ്റേജ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പം നല്ല ടീമിനെ കിട്ടിയോടുകൂടി നമുക്ക് അവിടെ എന്താക്കി ഒരു ഹൈലി പ്രൊഫഷണലായിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഒരു 1.5-2 വർഷത്തോളം ആ ടീം തന്നെ മുന്നോട്ട് പോയി. പിന്നെ സ്വാഭാവികമാണല്ലോ ഈ മേഖലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പണിംഗ് കൂടുതലാണ്. ഹോസ്പിറ്റാലിറ്റി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ചിട്ട് സൗദി അറേബ്യയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഓപ്പണിംഗ് ഉണ്ടാവും, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പം മാറുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഈ മേഖലയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഏജൻസികളുണ്ട്, അവരുടെ സഹായം തേടിയിട്ടുണ്ട്. ചിലത് നമ്മളെ തന്നെ പിന്നെ പരിചയത്തിൽപ്പെട്ട ആളുകൾ മുഖേന വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പല രീതികളും ഞങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും നല്ലൊരു ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ലൊരു ടീമാണ് ഫെസിൻ ഹോട്ടലിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ ടീം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫുള്ളും നിങ്ങൾ എല്ലാ കാര്യത്തിനും സ്വന്തമായ ടീമാണോ, അതോ നിങ്ങൾ പ്ലഗ് ആൻഡ് പ്ലേ ടീമുകളുണ്ടോ? അതായത് കൺസൾട്ടൻസോ അല്ലെങ്കിൽ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടീമുകളെ യൂസ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും മേഖലകളിൽ? അതിൽ എൻ്റെ ഒരു രീതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും എന്തൊരു സംരംഭം തുടങ്ങുമ്പോഴും എല്ലാ മേഖലയിലും കൺസൾട്ടൻസി വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് ഒരു ഹോസ്പിറ്റാലിറ്റി കൺസൾട്ടൻ്റ് ഈ ഹോട്ടലിൽ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നേരത്തെ അവരുടെ നല്ലൊരു ടൈം ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഏകദേശം നമ്മൾ ഹോട്ടൽ ഫീൽഡ് പഠിച്ചത് കൊണ്ട് നമ്മൾ തന്നെ ഒരു കൺസൾട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇപ്പം അത്ര ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ അവരിൽ നിന്ന് പിന്നെ സഹായം തേടി അവരുടെ ഒരു കൺസൾട്ടേഷൻ വഴി തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് ഞങ്ങളെ കൺസൾട്ടൻസി പല ഹോസ്പിറ്റാലിറ്റി ഫേമുകളും ഇപ്പോൾ ആവശ്യപ്പെടുകയും ഞങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു കൺസൾട്ടന്റ് ആ രീതിയിലേക്ക് മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ എക്സ്പേർട്സ് ആയി. അതെ അതെ. ഇപ്പൊ നമ്മള് നിർമ്മാണ സമയത്തായാലും ശരി, പിന്നെ ഇപ്പൊ ബിൽഡർ ആയാൽ പോലും നമുക്കൊരു കൺസൾട്ടൻസിയുടെ സഹായം വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഒരു ഹോട്ടൽ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ആർക്കിടെക്റ്റിന് തുടങ്ങാൻ സാധ്യമല്ല. ഒരു ഹോട്ടൽ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ആർക്കിടെക്റ്റിന് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അന്ന് തന്നെ ഞങ്ങളൊരു പിന്നെ ഹോട്ടൽ കൺസൾട്ടന്റ് പിന്നെ വന്നു കഴിഞ്ഞാലാണ് എവിടെ കിച്ചൺ വേണം, എവിടെയാണ് പിന്നെ എന്താ പറയാ ഹൗസ് കീപ്പിങ്ങിന്റെ ഓഫീസ് വേണ്ടത്, GM ഏത് ഭാഗത്തിരിക്കണം, ഫ്രണ്ട് ഓഫീസ് ഏത് ഭാഗത്തായാലും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക, ഇതെല്ലാം പറയേണ്ടതും അതുപോലെ തന്നെ ഇതിന്റെ എന്താ പറയാ ഒരു ഓപ്പറേഷൻ ടൈമിലുള്ള ഒരു ഈസി പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ലൊക്കേഷൻ തരംതിരിക്കുക, അതിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ ഏരിയകൾ എത്ര വേണം, എവിടെയാണ് പിന്നെ കിച്ചണിൽ നമുക്ക് പിന്നെ അവിടുത്തെ എന്താ പറയുക കിച്ചൺ സാമഗ്രികളൊക്കെ വെക്കേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? ഈ കൺസൾട്ടൻസിയാണ്. അപ്പോൾ അങ്ങനെ ആദ്യം മുതൽക്ക് തന്നെ കൺസൾട്ടൻസി വേണം. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കല്, അതുപോലെ തന്നെ പ്ലംബിങ്, മറ്റു എല്ലാ മേഖലകളിലും ഇവരുടെ സഹായം നമുക്ക് ആവശ്യം. ഒരു സാധനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഒരു അനന്തര ഫലം നമുക്ക് കുറെ വർഷം, നമ്മള് സ്റ്റാർ കാറ്റഗറിയിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ ഇവരുടെ ചില നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ റൂമുകളിൽ എന്തൊക്കെ വേണം, അവിടെ ഫയർ വരുന്നതിന്, അല്ലെങ്കിൽ സാധാരണ കാണലുണ്ട് ഇപ്പം ചില റൂമുകളിലേക്കൊക്കെ ചില സർവീസ് അപ്പാർട്ട്മെന്റുകളിലൊക്കെ പോയാൽ അവിടെ റൂമുകളിലൊക്കെ ഗ്യാസ് കണക്ഷനൊക്കെ കാണും. അപ്പൊ ഇത് പിന്നെ ഹോട്ടലായി കഴിഞ്ഞാൽ അവിടെ ഗ്യാസ് കണക്ഷൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഡോറിന് എത്ര വീതി വേണം, പിന്നെ അങ്ങനെ പല സംഭവങ്ങളും ഇതിന്റെ ബാക്കിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്. ഇപ്പോൾ ഫെസിൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ബ്രാൻഡാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ.
അപ്പോൾ സാറ് പറഞ്ഞു സാറിൻ്റെ ടീം ഓൾറെഡി കുറേ കാര്യങ്ങളിൽ ഓട്ടോമേറ്റഡ് ആണ്, സാറ് അധികം ഓവറായിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ സാർ എങ്ങനെയാണ് ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്യണത്, ഏത് മേഖലകളിലാണ്? അതിൻ്റെ ഒരു ഒന്ന് പറയാൻ പറ്റുമോ ഈ ഒരു സ്റ്റേജിൽ ബിസിനസ്സിൻ്റെ? അത് പിന്നെ നമുക്ക് ഏതൊരു ബിസിനസ് സംരംഭമായി കഴിഞ്ഞാലും നമ്മൾ നല്ലൊരു ഓപ്പറേഷൻ ടീം ഉണ്ടായാൽ നമുക്ക് പൂർണ്ണമായി മാറി നിന്ന് റിലാക്സ് ചെയ്യാന്നുള്ള ഒരു തിങ്കിങ് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതേ സമയത്ത് നല്ലൊരു ഓപ്പറേഷൻ ടീം ഉണ്ടായാൽ നമുക്ക് റിലാക്സേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളെ ശക്തമായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശക്തമായ ഒരു മോണിറ്ററിങ് അതിൻ്റെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മളെ കണ്ണുകൾ എത്തുന്നുണ്ട്, ശ്രദ്ധയുണ്ട് എന്നൊരു തിങ്കിങ് നമ്മൾ ഓപ്പറേഷൻ ടീമിന് കൂടി ഉണ്ടാവണം. ആ ഉണ്ടാവുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ അവൈലബിൾ ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു ഡയറക്ടർ ഈ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാവും. അത്തരത്തിലുള്ള ശ്രദ്ധ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ കാര്യങ്ങൾ ഒരു നല്ലൊരു ഓപ്പറേഷൻ ടീമാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. ആ ഓപ്പറേഷൻ ടീം തന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് ഓവറായിട്ടുള്ള പിന്നെ ടെൻഷനോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് തരാറില്ല. അത് അവർക്ക് പരിചയമുള്ളത് കൊണ്ടാണ്, അങ്ങനത്തെ ടീം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു മോണിറ്ററിങ് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ സമയം ചെലവഴിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതൊരു ഈ ഒരു പ്രൊഡക്റ്റ് ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ചർച്ചകളും തിങ്കിങ്ങും പിന്നെ ബ്രെയിൻ സ്ട്രോമിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ, അത് ഏതൊരു ബിസിനസ്സിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണല്ലോ. സോ അതിൽ ഫെസ്സിന് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നിങ്ങൾ ഉപയോഗിക്കുന്ന കുറച്ച് എന്താണ് വ്യത്യസ്തമായി ചെയ്യുന്ന എന്തെങ്കിലും രീതികൾ, സ്ട്രാറ്റജീസ് എന്തെങ്കിലും പറഞ്ഞില്ലേ? ഇപ്പം ഈ പിന്നെ എല്ലാം ഒരു ന്യൂ കാലാണ്, ഒരു പുതിയ കാലാണ്. ഈ പുതിയ കാലത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പഴയ കാലത്തെ രീതികളൊക്കെ മാറി ആ പഴയ രീതി തന്നെ വേണം എന്നുള്ള തിങ്കിങ് ഞങ്ങൾക്കില്ല. എന്തൊക്കെയാണോ പുതിയ ജനറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്കുള്ള മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ നമ്മളെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു എത്തിക്സും ചില കൾച്ചറൊക്കെ ഉണ്ട്. ആ കൾച്ചറൊക്കെ പൂർണ്ണമായി പിന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സീരിയസ് മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ന് വെച്ചാല് ഈ ഗേറ്റ് വേ ടു വയനാട് എന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പൊ അത്തരം എന്തെങ്കിലും സ്പെസിഫിക് ക്യാമ്പയിൻസോ അല്ലെങ്കിൽ സെയിൽസ് പാർട്ട്ണർഷിപ്സ് ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ യൂഷ്വലി? നമുക്കിപ്പോ ഞങ്ങൾ ഈ പിന്നെ ഇതിന്റെ ഒരു ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പല തിങ്കിങ് ആണുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ എന്താണ് ഈ ഇവന്റ് പ്ലാനേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഞങ്ങൾ ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇവിടെ നടത്തി കഴിഞ്ഞു. അതിൽ ഏറ്റവും നല്ല രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമാണ് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറയുന്നത്. ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേരളത്തിലേക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് കയറി വന്നത്. അതിന്റെ തുടക്കം യഥാർത്ഥത്തിൽ പിന്നെ ഈ ഒരു പിന്നെ ഐഡിയ ഞങ്ങള് പിന്നെ ന്യൂഡൽഹിയിൽ നടന്ന ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന്റെ ഒരു ഫെയറിൽ പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് ഈ ഐഡിയ കിട്ടിയപ്പോൾ ഈ ഐഡിയ ഞാനും എൻ്റെ ഡയറക്ടേഴ്സും കൂടി നമ്മളെ ടൂറിസം വകുപ്പ് മന്ത്രി പിന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് സാറുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുത്ത് ഈ ഒരു ഐഡിയ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞു നല്ല ഐഡിയ ആണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിലുള്ള പ്രമുഖരായിട്ടുള്ള ഈ വെഡ്ഡിങ് പ്ലാനേഴ്സിനെ കൊടുത്തിട്ട് ഒരു എക്സിബിഷൻ, ഒരു മോക്കപ്പ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിപുലമായൊരു പരിപാടിയായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താ സാറിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ സാറ് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനമാണ് തന്നത്. മാത്രമല്ല നിങ്ങൾ ആ പ്രോഗ്രാം നടത്തുമ്പോൾ എന്നെ നിർബന്ധമായിട്ട് അറിയിക്കണം, ഞാൻ ആ പരിപാടിയിലേക്ക് വരും എന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറയുകയും
ഞങ്ങൾ ആ പരിപാടി വളരെ മനോഹരമായി നടത്തുകയും ആ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വരികയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് ഇതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ ഒരു പദ്ധതിയുടെ തുടക്കം പ്രഖ്യാപിക്കുകയും ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഇതിന് പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ഈ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നുള്ള ഒരു സംവിധാനം തുടങ്ങുകയും ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ എന്താ പറയാ ചൂരൽമല ദുരന്തം ഉണ്ടായ ആ സമയത്ത് അദ്ദേഹം അതിന്റെ തലേദിവസം അതിന്റെ തലേദിവസം കോഴിക്കോട് വെച്ചൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. കോഴിക്കോട്ടെ പ്രമുഖരായിട്ടുള്ള ബിസിനസ് മാൻമാരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിലേക്ക് എനിക്കും ഒരു ക്ഷണം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ അതിൽ പ്രധാനമായിട്ടും കോഴിക്കോട് വയനാട് റീജിയനിലുള്ള ടൂറിസത്തിന്റെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഈ മേഖലയിലുള്ള പുരോഗതിയെ കുറിച്ചും ഒരു 24-25 വിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞൊരു മേഖലയാണ് കാര്യമാണ് ഗവൺമെൻറ് തലത്തിലുള്ള ചില പ്രൊമോഷൻസുകൾ നമ്മളെ ഈ മേഖലയിൽ, അതായത് തെക്കൻ കേരളത്തിൽ നന്നായി നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഈ വടക്കൻ കേരളത്തിലേക്ക് അത് നടക്കുന്നില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്ന് ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചു അവിടെ. രണ്ടാമത്തെ ആവശ്യം ഉന്നയിച്ചത് ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് തെക്കൻ കേരളത്തിൽ ആരംഭിച്ച് ഏറ്റവും സാധ്യത കൂടുതൽ കോഴിക്കോട് വയനാട് ഈ മേഖലയിലാണ്. അതിനുള്ള വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളും മറ്റു കാര്യങ്ങളും ഇവിടെ തുടങ്ങുകയും അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്തു തരികയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് ആവശ്യവും അപ്പോൾ തന്നെ ടൂറിസം വകുപ്പ് ഡയറക്ടർ അതിന് മറുപടി പറഞ്ഞ് അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നു. അപ്പം ഇത് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഒരു ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുള്ള ഒരു ബ്രാൻഡിങ്ങിൽ അപ്പുറം ഒരു മേഖലയെ ഊന്നിക്കൊണ്ടുള്ള ഒരു ബ്രാൻഡിങ് ആണ്. പ്രത്യേകിച്ചിട്ട് ടൂറിസം വകുപ്പ്, ടൂറിസം മേഖല ഒന്ന് പുഷ്ടിപ്പെട്ടാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ആവശ്യം ഞാൻ അന്ന് പറഞ്ഞത് വളരെ നല്ല രീതിയിൽ അവർ ഉൾക്കൊണ്ട് അതിനുള്ള സംവിധാനം. അപ്പോഴേക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് പിന്നീട് അതിനെപ്പറ്റിയൊന്നും ചർച്ച വരാതിരിക്കാൻ കാരണം. ഇനി അത് തുടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ റീസെൻ്റ്ലി നടത്തിയ ഇവന്റ് തന്നെയാണ് സാറ്. നമ്മുടെ ടീം ഒരു സ്പോൺസർഷിപ്പുമായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ ടീം അത് വളരെ റിസപ്റ്റീവായി ചെയ്യുകയും നമുക്ക് കുറേ ബിസിനസ്സുകാരെ അവിടേക്ക് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റി. സോ അതും എനിക്ക് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ക്ലോസ്ലി കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെയാണല്ലോ. ഈ ഒരു നമ്മുടെ കൂടെയുള്ള ഡയറക്ടേഴ്സിനെ പറഞ്ഞു നേരത്തെ, അപ്പോൾ അവരെ എങ്ങനെയായിരുന്നു കണ്ടെത്തിയിരുന്നത്? ഐ മീൻ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കൂട്ടം ആണ് നമ്മുടെ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ വേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന സമയം അതെങ്ങനെയായിരുന്നു? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ നോളജ് സിറ്റിയുടെ GM ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ എൻ്റെ ഈ പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജേഴ്സായിട്ട് വന്നവരാണ്. അപ്പോൾ അവർ നമ്മളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അവർക്ക് പല പ്രതിസന്ധികളുണ്ടായിട്ടും അവർ നമ്മളെ കൂടെ നിന്ന് ഇതിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ ആ ഒരു സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. കാലത്ത് 7 മണിക്ക് വരുന്നു, വൈകുന്നേരം രാത്രി ഒരു 10-10:30 മണിയാകുമ്പോൾ തിരിച്ചു പോകുന്നു. അതൊരു എൻജോയ്മെന്റ് ലൈഫാണ്. അത് ഉസ്താദിന്റെ ഒരു വലിയൊരു ഒരു മിഷൻ അതിലേക്ക് എത്താനുള്ള ഒരു ഓട്ടം എന്ന് തന്നെ പറയാം. അതിന്റെ കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും വരുന്നു, പല ആളുകളും പോകുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ ഈ എൻ്റെ കൂടെ ഉറച്ചു നിന്ന ഈ ടീം അംഗങ്ങൾ, അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ എന്തായാലും ഇതിൽ പ്രവർത്തിക്കാൻ പ്രാപ്തരാണ്, നല്ല ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു സംവിധാനം തുടങ്ങുമ്പോൾ കൂടെ നിന്ന ആളുകൾ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക്
അവരെ ഈ സംരംഭത്തിനോട് കൂട്ടിച്ചേർക്കുകയും ബിസിനസ്സിലേക്ക് അവർക്ക് എൻട്രി കൊടുക്കുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ബിസിനസ് മേഖല തന്നെയാണ് അവരൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ബിസിനസ് മേഖലയിലേക്ക് വന്നപ്പോൾ സാധാരണ ആളുകളിൽ നിന്ന് പെട്ടെന്ന് ഡെവലപ്പ് ആവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ഓരോ ഡയറക്ടേഴ്സും ഓരോ മേഖലയിലും നന്നായി പെർഫോം ചെയ്യാണ്. അപ്പോൾ അത് നമ്മളെ ഭാരം കുറയ്ക്കുകയാണ്. ആ രീതിയിലാണ് അവരുടെ ഒരു എൻട്രി പ്രോസസ്സാണല്ലേ. അതെ അതെ അതെ. നമുക്ക് നമ്മൾ ക്ലോസ്ലി കണ്ട അത്രയും വിശ്വാസമായ ആൾക്കാർ. അപ്പൊ അതിൽ ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിലൊക്കെ കണ്ടിട്ടുള്ളത് ബിസിനസ്സിലേക്ക് നമുക്ക് നേരത്തെ പരിചയമുള്ള കുറച്ച് ആളുകളിലൊക്കെ കൂട്ടിയൊരു ബിസിനസ് തുടങ്ങാറാണ്. പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വ്യത്യസ്ത ഞങ്ങൾ ഡയറക്ടേഴ്സ്, ഒരാൾ തൃശ്ശൂർ ജില്ലക്കാരനാണ്, ഒരാൾ കോഴിക്കോട് ജില്ലക്കാരനാണ്, ഒരാൾ വയനാട് ജില്ലക്കാരനാണ്, ഒരാൾ മലപ്പുറം ജില്ലക്കാരനാണ്. ആ വ്യത്യസ്ത ജില്ലകളിലുള്ള ആളുകൾ, എവിടെയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒറ്റ മനസ്സായി ഒരു സംരംഭം വിജയിപ്പിക്കുക എന്നുള്ളത് അത് വളരെ ഒരു എന്താ പറയുക, ഒരു ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ നന്നായിട്ട് വിജയിച്ചു എന്നുള്ള എനിക്ക് തോന്നുന്നത്. പിന്നെ റിലേഷൻഷിപ്പും മറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് പിന്നെ ഒരു ബിസിനസ് സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ പല ആളുകളോടും പറയാറുണ്ട്, ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നതും കൂട്ട് ബിസിനസ് നടത്തുന്നതും രണ്ടാണ്. എപ്പോഴും ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നതിലും നല്ലത് കൂട്ടു ബിസിനസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു ഭാഗം തളരുമ്പോൾ മറ്റൊരു ഭാഗം വേറൊരാൾ വന്ന് അവിടെ താങ്ങാനുണ്ടാവും. അതാണ് കൂട്ടു ബിസിനസിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രംഗത്തേക്ക് വരുന്ന പുതിയ ആളുകളോടൊക്കെ നമ്മളൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടു ബിസിനസ്സിനൊന്നും കൂടെ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ നമ്മൾ സ്നേഹം വർദ്ധിക്കും, സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത വർദ്ധിക്കും. പിന്നെ നമ്മളൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പിന്നെ വെറും സമ്പാദിക്കുന്നതിലുപരി ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് നമുക്ക് ഇതിലൂടെ ഉണ്ടാവണം. അത് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ബിസിനസ് ഉണ്ടാകുമ്പോഴാണ് അത് വരുള്ളൂ. ഇതില് ടെക്നോളജി ഒരു വലിയ ഇതാണല്ലോ, നമ്മൾ ടെക്നോളജി യുഗത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ ഫെസിനിലും നിങ്ങളുടെ മറ്റ് ബിസിനസ്സുകളിലും നിങ്ങൾ ടെക്നോളജി ഇന്റഗ്രേഷൻസ് എങ്ങനെയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് അതിന്? ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലത്തെ ടെക്നോളജികൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകളിലൊക്കെ പിന്നെ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടും കൂടുതൽ എങ്ങനെയാണ് അതിലേക്ക് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും എസ്പെഷ്യലി നോളജ് സിറ്റിയിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വരുന്നത് കൊണ്ട് ബിസിനസ് മേഖല വളരെയേറെ പുഷ്ടിപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സാധാരണ പറയും ഈ പിന്നെ അവിടുത്തെ എന്താ പറയുക ഈ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സാധ്യതകൾ കുറഞ്ഞു പോകുന്നുള്ളത് ഒരിക്കലും അത്തരത്തിലുള്ള കുറഞ്ഞു പോക്ക് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ റോബോട്ടിക് സംവിധാനങ്ങളും മറ്റൊക്കെ റെസ്റ്റോറൻറ്റുകളിലും മറ്റൊക്കെ കൊണ്ടുവരുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളൊക്കെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ വഴിയെ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ടെക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ സിസ്റ്റംസ്, എസ്പെഷ്യലി ഫെസിൻ്റെ ഉള്ളിൽ വല്ല നിങ്ങളുടെ ഓർഡറിങ് സിസ്റ്റം ഒക്കെ ഓൾറെഡി അതിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവില്ല? ഓർഡറിങ് സിസ്റ്റം ഒക്കെ അതിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ഓട്ടോമേഷൻ സിസ്റ്റം, അതൊക്കെ ഇപ്പോൾ സാധാരണ ഹോട്ടലുകളിലുള്ള എല്ലാ ടെക്നോളജികളും ഇപ്പോൾ നിലവിലുണ്ട്. പുതുതായിട്ട് വരുന്ന സംവിധാനങ്ങളൊന്നും നമുക്ക് അതിലേക്ക് ഞങ്ങൾ വരാനിരിക്കുന്നു. ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ടെക്നോളജികളും ഇപ്പോൾ നമ്മളെ ഹോട്ടൽ സെക്ടറുകളിൽ, പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഹോട്ടലുകളിലുണ്ട്. കൂടാതെ ഐ മീൻ ഇതിൽ ഇനിയൊരു ഫ്യൂച്ചറിലേക്ക് ഇപ്പം 3 സെക്ടറാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന് എഡ്യൂക്കേഷൻ, മറ്റൊന്ന് ഹോസ്പിറ്റാലിറ്റി, മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണ്, ഗ്രോത്ത് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു പിന്നെ ഹോസ്പിറ്റാലിറ്റി മേഖല പിന്നെ നല്ല രീതിയിലൊരു സ്പ്രെഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെ പ്ലാനുകൾ, ബിസിനസ് പ്ലാൻ ഉണ്ട്. ആ ബിസിനസ് പ്ലാൻ വഴി തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. അത് ഒരു നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ് സീക്രസി നിലനിർത്തുന്നതിന് വേണ്ടി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
മെയിൻലി ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള ഒരു ഗ്രോത്താണ്, മാക്സിമം ഒരുപാട് ലൊക്കേഷനിലേക്കുള്ള ഒരു ഗ്രോത്താണ്. അപ്പം അതാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് ബിൽഡർ രംഗത്തും അതും ഞാൻ പറഞ്ഞല്ലോ, ഈ ബിൽഡർ രംഗത്തും ഞങ്ങൾക്ക് പിന്നെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് ഒരു പിന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ ഒരു ടീം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കേരളത്തിൽ 4-5 സ്ഥലങ്ങളിൽ വലിയ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടീമിനെ നിലനിർത്തുകയും ആ ടീമിനെ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ കേരളത്തിലും പിന്നെ മറ്റു GCC കൺട്രികളിലൊക്കെ നമ്മൾ ആലോചനകളിലുണ്ട്. ഇപ്പോൾ പിന്നെ അത്യാവശ്യം പ്രൊജക്റ്റുകളൊക്കെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് അതുമായിട്ട് ബന്ധം. പിന്നെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നേരത്തെ ഓൾറെഡി ഒരു അഡ്വൈസ് പറഞ്ഞു, കൂട്ടമായിട്ടുള്ള ബിസിനസ്സുകളാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. അത് കൂടാതെ മറ്റെന്തെങ്കിലും ഒരു അഡ്വൈസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആളുകളാണല്ലോ, അപ്പം അവരെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. അതായത് പിന്നെ ഓഡിയൻസിനോട് പറയാനുള്ളത്, എപ്പോഴും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു ലീഡർഷിപ്പ് വളരെ അനിവാര്യമാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഏറ്റവും വലുത്. ഇപ്പോൾ നമ്മളൊരു ടീമിനെ നയിക്കണം എന്നുണ്ടെങ്കിൽ ആ ടീമിൻ്റെ മുന്നിൽ നിൽക്കാൻ, അതിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെ ആവണം. കാരണം നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്തുക എന്നുള്ള ഒരു ജോബ് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്ന ന്യൂ ജനറേഷൻ എന്താണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഇപ്പോൾ ഒരു ഡയറക്ടർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു MD അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി മുതിർന്ന ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക്, ഒരു ചെറിയ ഒരു വിഷയം പറയുമ്പോഴേക്ക്, അല്ല ഞാനൊരു ഡയറക്ടറാണ് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിങ്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആ ബിസിനസ് വിജയിക്കില്ല. നമ്മൾ ശരിക്കും എന്തെന്ന് പറഞ്ഞിട്ട് വളരെയേറെ താഴോട്ടിറങ്ങി പ്രവർത്തിച്ചാലാണ് ബിസിനസ് വിജയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അതായത് മറ്റുള്ള ആളുകൾ അവരെ ഡിസൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം അതിന് ലീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതാണ് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. Okay. I mean, anything from your side? Yeah, I think one last question. I think സാറിൻ്റെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് റുട്ടീൻ എങ്ങനെയാണ്? ലൈക്ക് ഞങ്ങളെല്ലാ ഗസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഒരു യൂഷ്വൽ ഡേ, എത്ര മണിക്ക് തുടങ്ങി എന്തൊക്കെയാണ് യൂഷ്വലി ചെയ്യുന്നത് വർക്കിന് പുറമെ? ലൈക്ക് ഹൗ ഡു യു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്? അത് യഥാർത്ഥത്തിൽ പിന്നെ എൻ്റെ ലൈഫ്, ഞാൻ കാലത്ത് ഒരു 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയും മറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ സാധാരണ ആ ഒരു പിന്നെ ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ഔദ്യോഗിക ലൈഫിലേക്ക് കടക്കുന്നത് യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഞാൻ ആദ്യം ഒരു ബ്രെയിൻ സ്ട്രോമിങ് ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു എക്സൽ ഷീറ്റ് ഉണ്ട്, ഒരു ചെക്ക് ലിസ്റ്റ്. അത് ഏതോ കാലം മുതൽ തുടങ്ങി, ഇപ്പോഴും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യണം. അതെടുത്ത് ആദ്യം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് എന്തൊക്കെ കയറ്റണം എന്നുള്ളത് ഞാൻ തിങ്ക് ചെയ്ത് അതിലേക്ക് കയറ്റി ആദ്യം അതികാലത്ത് തന്നെ എൻ്റെ ഡയറക്ടേഴ്സിനുള്ള ജോബ് അസൈൻമെൻറ്റ് ഞാൻ നടത്തും. ഡയറക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല, പ്രവർത്തിച്ചേ പറ്റൂ, പ്രവർത്തിച്ചാലേ ബിസിനസ് വിജയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ അസൈൻമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ എനിക്ക് നെക്സ്റ്റ് എന്താ വെച്ചാൽ അത്യാവശ്യം ഒന്ന് ഒരു പിന്നെ ഒന്ന് അല്പം നടക്കാൻ പോകും, ഒരു 45 മിനിറ്റ് പരമാവധി ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് പിന്നെ കുട്ടികളുടെ സ്കൂളും മറ്റു കാര്യങ്ങളും അവരുടെ യാത്രയും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യും. പിന്നെ അത് സ്വാഭാവിക സാധാരണ ഒരു വീട്ടിലുള്ളത് പോലെ തന്നെ എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോഴേക്ക് ഞാൻ റെഡിയാവും. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഒരു പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ആദ്യം മെസ്സേജ് ഞാൻ കൊടുക്കും, അസ്സലാമു അലൈക്കും എന്നൊരു മെസ്സേജ് കൊടുക്കും. പിന്നെ അടുത്ത മെസ്സേജ് വലൈക്കും അസ്സലാം എന്ന് കിട്ടിയാൽ അടിയിൽ ഞാൻ വേറൊരു മെസ്സേജ് കൊടുക്കും,
ഐ എം റെഡി എന്ന് പറയും. ഓ നൈസ്. ആ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഇത് ഓരോ ആളുകളും പിന്നെ അവരവരുടെ വാഹനങ്ങൾ എടുത്ത് പോവല്ല ചെയ്യാം. ഞങ്ങളെല്ലാവരും കൂടി ഒരു വാഹനത്തിൽ പോവും, ഒരേ രീതിയിൽ ചർച്ച നടത്തും, ഒരേ വാഹനത്തിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീണ്ടും വരും, തിരിച്ച് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ തിരിച്ചും ചെയ്യും. ഇതിലിടക്ക് വീട്ടിലെ പിന്നെ കാര്യങ്ങൾ നമ്മളെ പിന്നെ ലൈഫുമായി ബന്ധപ്പെട്ട നമ്മളെ കാര്യങ്ങളൊക്കെ അതൊക്കെ ആ ഒരു സാധാരണഗതിയിൽ നടക്കുന്ന രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മളൊരു ലൈഫിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഐ മീൻ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇവരുടെ ടീം, ഈ ഡയറക്ടേഴ്സ് ടീം എന്ന് പറയുന്നത് കൂടുതൽ സമയത്തും ഒരേ ഡ്രസ് കോഡ്, കളർ കോഡ്, അതുപോലെ തന്നെ ഒരുമിച്ച് പോകുന്നു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണത്. അത് ഡ്രസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അത് ഈ ഡയറക്ടേഴ്സ് ആയാലും ഒരു ഒരുമയുടെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കാഷ്വൽ ഡ്രസ്സ് ഇടണോ ഇടണ്ടേന്ന് അതും ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അന്ന് തീരുമാനിക്കും. അതുപോലെ ഓരോ ഫംഗ്ഷന് പോകുമ്പോഴും ഓരോ ഡ്രസ് കോഡ് ഞങ്ങൾക്കുണ്ട്. പിന്നെ കൂടുതൽ ഓഫീസ് ഡ്രസ്സായിട്ട് നമ്മൾ അത് ഫോർമൽ ഡ്രസ്സ് തന്നെ ഞങ്ങൾ വൈറ്റാണ് കൂടുതലായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മറ്റു സ്പെഷ്യൽ ഡേയ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഒരു പ്രോഗ്രാമിനോട് ബന്ധപ്പെട്ട ഡ്രസ് കോഡുകളാണ് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു പ്രൊഫഷണൽ റിലേഷനേക്കാൾ കൂടുതൽ ഈ ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ പേഴ്സണൽ ലെവലിലും ഭയങ്കരമായിട്ടുള്ള ബന്ധം തന്നെയാണോ? നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അതെനിക്ക് പറയാനുണ്ട്. പുതിയ ന്യൂ ജനറേഷനോടും പറയാനുള്ളതാണ്. അതായത് നമുക്ക് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമല്ല, പേഴ്സണൽ അതായത് ഫാമിലി റിലേഷൻഷിപ്പ് കൂടി ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളെ ഡയറക്ടേഴ്സൊക്കെ വളരെ കണിശമായിട്ട് നിർവഹിക്കുകയാണ്. ഞങ്ങൾ എന്ത് രീതിയിലുള്ള യാത്രകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാമിലികൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ എൻ്റെ ഡയറക്ടേഴ്സിന്റെ ഉപ്പമാരുമായും ഉമ്മമാരുമായിട്ട് വളരെയേറെ ബന്ധമാണ്. അവർ തിരിച്ചും അങ്ങനെ തന്നെ. ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ഓരോ അന്വേഷിച്ച് ഞങ്ങൾ ഒരു ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ടൊരു അടുപ്പത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ സുഖമില്ലാത്തൊരു സമയം ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്ത താമസിക്കുന്ന എൻ്റെ ഡയറക്ടറിൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും ഭക്ഷണം. തിരിച്ച് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ. ഈ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ബിസിനസ്സിൽ വലിയ വിജയം നമുക്കുണ്ടാവും. കാരണം നമ്മളെ ഫാമിലിയും കൂടി അത് എൻജോയ് ചെയ്യണം. നമ്മളെല്ലാവരും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടിയാണ്. നേരത്തെ പറഞ്ഞ ആ പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു ബോണ്ടാണ് അതില് ഏറ്റവും ഫൗണ്ടേഷൻ. അതിലേക്കുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് കാണുന്നത്. യെസ്, ഇൻട്രസ്റ്റിംഗ്. I think I am mostly done. ഓക്കെ, താങ്ക് യു സുധൻ. ഇതുവരെ നിങ്ങളുടെ എല്ലാ ലൈഫിലെ ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ സന്തോഷം. ആൻഡ് ഓഫ് കോഴ്സ് വിൽ കം ബാക്ക് വിത്ത് നെക്സ്റ്റ് ഗസ്റ്റ്. താങ്ക് യു.